നമസ്കാരം. പറയൂ സാർ. സാറേ, എൻ്റെ പേര് കിരൺ. ഞാൻ ബജാജ് ഫൈനാൻസ് ലിമിറ്റഡ് വിളിക്കുകയാണ്. പറയൂ. ശിവദാസ് സാറല്ലേ? അതെ. ഓക്കെ സാർ. കോൾ ട്രെയിനിങ് ആൻഡ് കോൾ പ്രൊഫസർ ഭാഗമായി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സാറ് വിളിച്ച കാര്യം പറഞ്ഞാൽ സാർ ബജാജിന്റെ ഭാഗത്തു നിന്ന് ഒരു വണ്ടി പർച്ചേസ് ചെയ്തിരുന്നല്ലോ കുറച്ച് കാലം. ലോൺ അപ്രൂവൽ ആയിട്ടുണ്ടല്ലേ? അതെ സാർ. ഓക്കെ. നമ്മൾ ആരെയാ അത് കോണ്ടാക്ട് ചെയ്യണ്ടേ? ഇത് സാർക്ക് ലോൺ എടുക്കാൻ താല്പര്യമില്ല. നമ്മുടെ ഏജന്റ് സാർ വന്ന് കാണുന്നതായിരിക്കും സാർ. ഓക്കെ. ആലപ്പുഴ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന്. ഇവിടെ ആയിക്കോട്ടോ. സാർക്ക് താല്പര്യം ഉണ്ടായിരുന്നോ ലോൺ എടുക്കാൻ? എടുക്കാം, നമുക്ക് നോക്കാം. ആയിക്കോട്ടോ. നമുക്ക് ലോക്കൽ വല്ലതും വേണേ, അല്ലാത്ത ആൾക്കാർ വേണ്ട. സാർക്ക് നിങ്ങളുടെ പേരിൽ കണ്ടവന ആൾക്കാർ ഇപ്പൊ ചീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല സാർ. സാർക്ക് ലോണിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. സാർക്ക് ഓഫർ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ നേരത്തെ നിങ്ങൾ സംസാരിച്ചാണ്, നമുക്ക് അറിയാവുന്ന കാര്യം സംസാരിച്ചാണോ? ജസ്റ്റ് ഒന്നും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. നമുക്ക് പറയണമെന്ന് അങ്ങനെ ഉണ്ടേ. ജസ്റ്റ് ഒന്ന് കേട്ടോ സാറേ. ഓക്കെ. 69,000 രൂപയാണ് ഓഫർ വന്നിട്ടുള്ളത്. 39 മാസത്തേക്കാണ് സാർക്ക് ഇതിന്റെ അടവ് വരുന്നത്. IRR വരുന്നത് 2.72 ആണ്. അതുപോലെ തന്നെ എല്ലാ മാസം 2-ാം തീയതിയാണ് EMI അടവ് വരുന്നത്. 3,342 രൂപ വെച്ച് അടച്ചാൽ മതി. പ്രോസസിംഗ് ഫീസ് എമൗണ്ട് ആയിട്ട് വരുന്നത് 3,031 ആണ്. പിന്നെ വരുന്നത് പറഞ്ഞാൽ സാർക്ക് ഇതിന്റെ കൂടെ തന്നെ ഇൻഷുറൻസും കൂടി ആഡ് ആക്കുന്നുണ്ട് EMI-ന്റെ കൂട്ടത്തിൽ. ഈ രണ്ട് ഇൻഷുറൻസ് എന്തിനാ വരുന്നത്? ജനറലിനും അല്ലാത്ത എന്ത് രണ്ട് ഇൻഷുറൻസ് വരുന്നത്? അത് സാർക്ക് ആവശ്യം ലൈഫ് ഇൻഷുറൻസ് തന്നെ സാർക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ സാറെ നോമിനിക്ക് കിട്ടുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ. പിന്നെ അത് ജനറൽ ഇൻഷുറൻസ് ആണെങ്കിലും സാർ ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. അഗാധമായി മരണപ്പെട്ട് കഴിഞ്ഞാൽ സാർക്ക് ഇപ്പോ വൈഫായാലും നോമിനി ആരാ വെക്കുന്ന വൈഫായിരിക്കല്ലോ സാർ വെക്കുന്നത്, അവർക്ക് യൂസ് ചെയ്യാം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് വേണ്ടെന്ന് വെച്ചാലോ? അത് വേണ്ടാന്നൊക്കെ ആണെങ്കിൽ സാർ ആ ഏജന്റ് വരുന്നവരെ പറഞ്ഞു തന്നാൽ മതി. സാർക്ക് ഏതാ ഇൻഷുറൻസ് വേണ്ട, അത് വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ. ലൈഫ് ഇൻഷുറൻസ് വരുന്നത് പറഞ്ഞാൽ 95,859 വരെയാണ് മാക്സിമം വരുന്നത് കേട്ടോ. പിന്നെ ജനറൽ ഇൻഷുറൻസ് ആണ്, അത് 1,013 ആണ്. അത് മാക്സിമം വരുന്നത് 75,000 വരെയാണ് മാക്സിമം വരുന്നത് കേട്ടോ. സാർക്ക് ഇപ്പൊ ഓഫറായി വന്നിട്ടുള്ള ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 69,000 രൂപയാണ് ഓഫറായി വന്നിട്ടുള്ള മിനിമം തുക. പൈസ കിട്ടുമോ? ഏത് ഇൻഷുറൻസ് ഒഴിവാക്കുമ്പോ പൈസ കൂടി കിട്ടും എനിക്ക്? ഏത് അതിന്റെ കൂട്ടത്തിലാണോ? അത് സാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാർക്ക് ഇൻഷുറൻസ് സാർക്ക് ജനറൽ ഇൻഷുറൻസ് സാർക്ക് നല്ലതല്ലേ? എനിക്കിപ്പോ 3 ഉണ്ട്. ഇതെന്ന് പറഞ്ഞാല് പല പല കമ്പനികൾ തരുന്നതാണ്. ബജാജിന്റെ തന്നെ അല്ലേ? ഓക്കെ. അതെ. ബജാജിന്റെ ഹോസ്പിറ്റലൊന്നും അപ്രൂവൽ അല്ല. ഞാൻ എടുത്തിട്ട് എനിക്ക് പണം കിട്ടിയായിരുന്നേ. അപ്രൂവൽ ആവാത്തൊരു വിഷയം വരുന്നുണ്ടേ. നമ്മൾ എടുക്കല് പൈസ അടക്കല് മാത്രമേ ഉള്ളൂ, പിന്നെ പ്രയോജനം കിട്ടുന്നത്. എനിക്ക് 2 പ്രാവശ്യം ഇങ്ങനെ പണി കിട്ടുന്നത്. ഞാൻ നിങ്ങളെ മറ്റേ വണ്ടി എടുത്തപ്പോ നമുക്കൊരു അപകടമൊക്കെ പറ്റിയായിരുന്നു. വണ്ടി എടുത്തപ്പോ അപ്പൊ നമുക്ക് അതിന്റെ ഇൻഷുറൻസ് അത് ക്ലെയിം ചെയ്ത് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, പറയൂ സാർ. അപ്പൊ എന്തായാലും സാർ ആളെ വിടൂ, നമുക്ക് ഒരാളെ വിടൂ കേട്ടോ, നമുക്ക് സംസാരിക്കാം. സാറേ ആളെ വിടൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ സാറേ ഈ അഡ്രസ്സിൽ തന്നെയായിരുന്നു സാർ ഉള്ളത്. ഇതിന്റെ അകത്ത് തന്ന ആലപ്പുഴ അഡ്രസ് എന്ന് പറഞ്ഞാൽ ശിവഭവനം എന്താ സാറേ കരക്കാരല്ലേ? 690108 അവിടുത്തെ പിൻകോഡായിട്ട് വരുന്നത്. ഓക്കെ. ഇത് സാറ് സ്വന്തം വീട് തന്നെയല്ലേ വരുന്നത്? ഓക്കെ. സാർ എന്തായിരുന്നു സാലറിഡ് ആയിട്ടാണോ അല്ലെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് സാറ്? സെൽഫാണല്ലേ? സ്വന്തമായിട്ട് ബിസിനസ് ആണ്. എന്ത് ബിസിനസ് ചെയ്യുന്നത് സാറ്? എനിക്ക് പല കണ്ടവനുണ്ട്. ഞാൻ മീൻ കച്ചവടം, ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർക്ക്? ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇപ്പൊ ഷോപ്പാണ്. നേരത്തെ ഷോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഷോപ്പൊന്നുമില്ല. ഇപ്പൊ വീട്ടിൽ ഓക്കെ സാറേ. അതുകൊണ്ട് സാർക്ക് എന്തെങ്കിലും വിസിറ്റിംഗ് കാർഡ് അങ്ങനെ എന്തെങ്കിലും സാർ സ്വന്തമായിട്ട് ചെയ്യുന്ന ബിസിനസിനെ കാണിക്കാണ്ടാവല്ലോ അല്ലേ? വലുതാണ് ഇപ്പൊ സാർ. നമ്മുടെ ബ്രാൻഡ് മാർക്കറ്റിലെല്ലാം ഉള്ള ബ്രാൻഡാ. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് സാറേ ഇന്ന് വൈകുന്നേരം എപ്പം വന്നാലും കാണാൻ കഴിയാ? നാളെ വന്നാൽ മതി പറയാം. ഇന്നിപ്പോ ഞങ്ങൾ കുറച്ച് പോകും. ആണോ? സാറ് കയ്യിൽ പാൻ കാർഡ് ഉണ്ടാവോ സാറേ? ജസ്റ്റ് അവര് വരുന്ന പാൻ കാർഡ്, ആധാർ കാർഡ് കാണിച്ചു കൊടുക്കണം. ലൈഫ് ഫോട്ടോ അവര് എടുത്തോളും. 24 മണിക്കൂറിനുള്ളിൽ തന്നെ സാർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാണ് ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സാർ ആ പാൻ കാർഡിന്റെ നമ്പർ ഒന്ന് പറഞ്ഞുതരാവോ? നമുക്ക് അവിടെ അപ്ഡേറ്റ് പറയാം. അല്ല സാറേ, നമുക്ക് ഇതിന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ടായിരുന്നു ചോദിച്ചത്. അപ്ഡേറ്റ് ചെയ്യണ്ട, നിങ്ങൾ വന്നിട്ടേ കണ്ടാലും ചീറ്റിങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമ്മളിതിപ്പോ ബജാജിന്റെ പേരിൽ കണ്ടാലും വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അല്ല സാറേ, ജസ്റ്റ് ഞാൻ സാറെ ബജാജിന് തന്നെയാണ് വിളിക്കുന്നത്. ആവശ്യം എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. നമ്മൾക്ക് ആള് വരട്ടെ, ഇവിടെ ആള് വന്നിട്ട് നമുക്ക് കൊടുക്കാം. നോ പ്രോബ്ലം. അല്ല സാറേ, നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നത് ഫോർവേഡ് ചെയ്യണേ സാർ. പാൻ കാർഡ് നമ്പർ പാൻ കാർഡ് വെച്ചാലേ ആപ്ലിക്കേഷൻ വരുന്നുള്ള കട്ട് ചെയ്തേക്ക് വേണ്ട. ആണോ? ഓക്കെ. നമുക്ക് അവര് വരുമ്പോ കൊടുക്കാമല്ലോ. നമുക്ക് പ്രൂഫ്. അല്ല സാറേ, നമ്മൾ ഇവിടുന്ന് നമ്മള് സാറേ ഇത് പാൻ കാർഡ് അപ്ലൈ ചെയ്താലേ അവിടുന്ന് സാർക്ക് അങ്ങോട്ട് വരും കൺവേർട്ട് ആയിട്ട് ആപ്ലിക്കേഷൻ. അത് കുഴപ്പമില്ല. പാൻ കാർഡ് ഉണ്ടെങ്കിലേ വരത്തുള്ളൂന്നുണ്ടോ? പാൻ കാർഡ് എന്തായാലും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും പാൻ കാർഡ് ഉണ്ടാവുമല്ലോ. എന്തല്ല സാർ, അതിന്റെ നമ്പറാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്പർ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നത്. അവരിവിടെ വരട്ടെ, വരുമ്പോ ഞാൻ കൊടുക്കാമല്ലോ.
നമുക്ക് ഇതിന്റെ അകത്ത് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് അതെ, ചെയ്യണം സാർ അങ്ങനെ പാൻ കാർഡ് ഒരാളെ നമ്പർ. നിങ്ങളൊരു അതുകൊണ്ടായിരുന്നു ഫോൺ വിളിച്ചതിന്റെ പേരിൽ ലോൺ തരുന്നതിന് മുമ്പ് പാൻ കാർഡിന്റെ നമ്പർ ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ. സാർ നമുക്ക് ഇതിന്റെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു. സിസ്റ്റത്തിൽ അതുകൊണ്ടായിരുന്നു. സാർ അത് നിങ്ങളുടെ നിയമം. എന്റെ നിയമം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആളെ കാണാതെ ഞാൻ കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ കണ്ടവാനും ചീറ്റിങ് നടക്കുന്ന സമയമാണ്. ഞാനത് കൊടുക്കണമെങ്കിൽ ആള് വന്നാലും ഞാൻ കൊടുക്കാം. അങ്ങനെ പാൻ കാർഡ് വെച്ചിട്ടേ ആള് വരത്തുള്ളൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണത്? ഇതിന്റെ അത് നമുക്ക് നമ്മുടെ കമ്പനിയിലെ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണം. പ്രൂഫ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആളെ കാണുന്നതിന് മുമ്പല്ലല്ലോ. നിങ്ങൾ ഇത് ജെനുവിൻ ആണോ എന്നുള്ളത് നിങ്ങൾ ഇത് കണ്ടവാനും പേര് വിളിക്കുന്നുണ്ട്. ജെനുവിൻ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യട്ടെ, ആള് വരട്ടെ. ആള് വരുമ്പോൾ ഞാൻ കൊടുക്കാം. സാറേ നമ്മുടെ ആപ്ലിക്കേഷൻ അതാണ് നമ്മുടെ ഏജന്റ് സാറ് വന്ന് കാണും. ഇവിടെ സാറ് പ്രൂഫ് സാറേ പാൻ കാർഡ് നമ്പർ കാണിച്ചാലാണ് അവർ സാറിലേക്ക് വരിക പ്രൂഫായിട്ട്. ഞാൻ ചോദിക്കുന്നില്ല സാറേ, നിങ്ങളുടെ കയ്യിലോട്ട് ഞാൻ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തന്നാൽ മാത്രമേ ആള് വരുള്ളൂ എന്ന് പറയുന്നത് ഒരു ആധാർ കാർഡ് കൊടുക്കാൻ പാടില്ലെന്ന് സർക്കാർ തന്നെ അങ്ങനെ പറയുന്നത് അനാവശ്യമായിട്ട്. അങ്ങനെയല്ല സാറേ, ആധാർ കാർഡ് അല്ല പാൻ കാർഡാണ് ചോദിച്ചത്. എന്താണെന്നറിയാം എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല സാറേ. നമ്മുടെ സർക്കാർ നമ്മൾ RBI എല്ലാം പറയുന്നുള്ളൂ അങ്ങനെ പാൻ കാർഡ് അനാവശ്യമായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ലോൺ എടുക്കുന്നു, നമ്മൾ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന്റെ ആള് വരുമ്പോൾ കൊടുത്താൽ പോരെ. അത് നിങ്ങൾക്ക് തന്നാലേ ഇപ്പൊ ആള് വരത്തുള്ളൂ എന്ന് പറയുന്നതിൽ എന്താ അതിന്റെ ഒരു രീതിയുള്ളത്? സാറേ നമ്മുടെ കമ്പനിയുടെ റൂളായിരുന്നു. കമ്പനിക്ക് റൂൾ ഉണ്ടാക്കുന്നത് അത് ജനങ്ങൾക്ക് പറ്റാത്ത റൂൾ എന്തിനാ കമ്പനി ഉണ്ടാക്കി വെക്കുന്നത്? സാറ് ലോൺ തരാനാണെങ്കിൽ ആളെ വിടൂ, ഞാൻ അവർ വരുമ്പോൾ ഡോക്യുമെന്റ്സ് കൊടുക്കാം. അല്ലാതെ എനിക്കിപ്പോ തരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ സാർ? നിങ്ങൾ ആളെ വിടൂ, ആള് വരുമ്പോൾ ഞാൻ ഡോക്യുമെന്റ്സ് കൊടുക്കാം. ഹലോ, പറയൂ സാർ. അതാ പറഞ്ഞത്, നിങ്ങൾ ആളെ വിടൂ, ആള് വരുമ്പോൾ ഞാൻ ഡോക്യുമെന്റ്സ് കൊടുക്കാം. ആള് വരും സാറേ. പറയൂ സാർ. ആള് വരുമ്പോ കൊടുക്കാം. എന്തിനാ ബലം പിടിക്കുന്നത്? ആള് വരുമ്പോ ഡോക്യുമെന്റ്സ് കൊടുക്കാമല്ലോ. അത് ആള് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് വേണം, നിങ്ങൾ എന്തിനാ നിർബന്ധം പിടിക്കുന്നത്? സാറ് മുൻപ് വണ്ടി എടുത്താൽ പാൻ കാർഡ് എന്ന ഓഫീസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ സാർ. അതെനിക്ക് അറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ എന്തിനാണ് ഈ പാൻ കാർഡ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? എന്തിനാണ്? അല്ല സാറേ, നമ്മളെ കമ്പനി റൂളായിരുന്നു. കമ്പനി സർക്കാർ അംഗീകരിക്കാത്ത റൂൾസ് ഇടാൻ ഈ കമ്പനി ആരാണ്? ഈ കമ്പനിയാണ് രാജ്യം ഭരിക്കുന്നത്. സാർ അതിന്റേതായ കമ്പനിയിൽ അതിന്റേതായ റൂൾസ് കമ്പനിക്ക് റൂൾസ് ഇടാൻ അധികാരമില്ല സാറേ. അങ്ങനെ ഒരു ലോൺ നിങ്ങൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പേപ്പർ വാങ്ങിച്ച് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഔദ്യോഗിക ബാങ്ക് ആണെങ്കിൽ അവർ വരുമ്പോൾ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഇത് ആള് ഫോണിൽ കൂടി വിളിച്ചിട്ട് ഞാൻ എന്റെ പാൻ കാർഡ് നമ്പർ പറയണമെന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് ഞാൻ പറയേണ്ടത്? അത് ചെയ്യുമ്പോൾ ഒരു OTP എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ലോൺ തരാനാണെങ്കിൽ നിങ്ങൾ ആളെ വിടൂ, ഞാൻ പറഞ്ഞു ഞാൻ ലോൺ എടുക്കാം, എനിക്ക് ലോൺ വേണം, ഞാൻ എടുക്കാം, ഞാൻ പറയുന്നു നിങ്ങളോട്. പക്ഷെ ആളെ വിടൂ, ആളെ വരുമ്പോൾ ഞാൻ ഇവിടെ ഡോക്യുമെന്റ്സ് പുള്ളിയിലേക്ക് കൊടുക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ എന്തിനാണ് എന്റെ പാൻ കാർഡും മറ്റുള്ള കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത്? എന്തിനാണ്? എന്താവശ്യത്തിനാണത്? ഓക്കെ സാർ.